तीर्थ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। मधुबन तुम्हारी बाट निहारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। आबू का तीर्थ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना ही होगा। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। ഓം ശാന്തി. ഇന്ന് നമുക്ക് ബാബയുടെ സുന്ദരമായ ഈ അനുസ്മരണത്തിൻ്റെ ആദിദൈവചരിതത്തിൻ്റെ നമ്മളെ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന് നിമിത്തമായ അലൗകിക പിതാവിൻ്റെ ജീവചരിത്രത്തിൻ്റെ 2ാം ഭാഗം, അതിൻ്റെ അവസാന എപ്പിസോഡാണെന്ന് നമ്മൾ കേൾക്കുക. ഇതോടുകൂടി ബാബയുടെ ഈ പുസ്തകം ഇവിടെ പൂർത്തിയാക്കാണ്. ഇന്ന് ഭായ് സാബ് നമുക്ക് മുന്നിൽ ബാബയുടെ അന്തിമ സമയത്തെ, ശരീരം വിടുന്ന നിമിഷങ്ങളിലെ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി തരികയാണ്. പ്രീതി ഭരി യാദേ, സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ. ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം ബാബയുടെ ശരീരം തത്വങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം മധുബനത്തിലെ ഹിസ്റ്ററി ഹാളിൽ എല്ലാവരും ബാബയുടെ സ്നേഹം നിറഞ്ഞ ഓർമ്മകളോടെ, പ്രേമം നിറഞ്ഞ കണ്ണുകളോടെ, മനസ്സിൽ വളരെയധികം ജിജ്ഞാസയോടുകൂടി ഭാവനകളിലെല്ലാം ബാബയുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുമ്പോൾ ഗുൽസാർ ദാദി സന്ദേശിയുടെ രൂപത്തിൽ ട്രാൻസിലേക്ക് പറന്നുയർന്നു. ബ്രഹ്മബാബയുടെ അന്തിമ, ബാബ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അന്തിമ നിമിഷങ്ങളുടെ ആ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് മുൻപുള്ള ഭാഗങ്ങളിൽ സംക്ഷിപ്തമായി വിവരിച്ച് കേൾപ്പിച്ച് തന്നിരുന്നു. ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാബയുടെ അന്തിമ നിമിഷങ്ങളിലെ ശരീരത്തിൽ നിന്നുള്ള വേർപാട് സമയത്തെ അനുഭവങ്ങളാണ്. ബാബ പറഞ്ഞു, ബാബ ക്ലാസ് മുതലുള്ള കാര്യം പറയാണ്. രാത്രി ക്ലാസ് പൂർത്തിയായതിനു ശേഷം കുട്ടികളോടെല്ലാം ബാബ, ശരി മക്കളെ, അച്ഛാ ബച്ചേ വിദായി എന്നല്ലേ ബാബ ലാസ്റ്റ് പറഞ്ഞേ. വിട പറഞ്ഞ് മുറിയിലേക്ക് ചെന്നതും ബാബയുടെ ഹൃദയഭാഗത്ത് അസാമാന്യമായ വേദന, ലൗകിക ഭാഷയിൽ പറഞ്ഞാൽ
അസാമാന്യമായ വേദനയായിരുന്നു. ബാബയുടെ കിടക്കയുടെ അടുത്ത് ബാബ ഇരുന്നതും ആ വേദന പെട്ടെന്ന് കൂടാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ശരീരവും ആത്മാവും തമ്മിൽ ഒരു സമരമായിരുന്നു. കർമ്മത്തിൻ്റെ അവശേഷിച്ച കണക്ക് ശരീരത്തോട് വിട പറയുന്നത് പോലെ, വിട പറയാനുള്ള അവസാന യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നി. ആത്മാവും ശരീരവും തമ്മിലൊരു മല്ല യുദ്ധമായിരുന്നു. ഞാൻ ആ സമയത്ത് സാക്ഷിസ്ഥിതിയിലായിരുന്നു. ആത്മാവിൽ ദേഹാഭിമാനത്തിൻ്റെ നിഴല് പോലും ഉണ്ടായിരുന്നില്ല. ആത്മാവ് ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ കണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദന കണ്ടിട്ട് ആത്മാവ് വളരെ നിയന്ത്രണത്തിലായിരുന്നു. ബാബ സ്വാനുഭവം പറയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തോന്നി, ആത്മാവായ ഞാൻ ശരീരത്തിൻ്റെ ആ പിടിവലിയെ ഉപേക്ഷിച്ചിട്ട് പാദം മുതൽ ശിരസ് വരെ വളരെ തീവ്രഗതിയിൽ ഒരു വൈൻഡിങ് അപ്പായിരുന്നു. പാദത്തിൽ നിന്ന് പതുക്കെ 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 ഭൃഗുടി മധ്യത്തിലേക്ക് ചേതന വൈൻഡപ്പായി. എന്നിട്ട് ഭൃഗുടി മധ്യത്തിൽ നിന്ന് ആത്മാവ് പക്ഷിയെപ്പോലെ ശരീരത്തിൽ നിന്ന് പറന്ന് അവ്യക്ത വദനവാസിയായി. വെണ്ണയിൽ നിന്ന് മുടിനാര് വേർപെടുത്തുന്നത് പോലെ ആത്മാവ് ദേഹമാകുന്ന കൂടുവിട്ടിറങ്ങി ശിവബാബയുടെ അടുത്തെത്തി. ഇപ്രകാരം ദേഹത്തിൻ്റെ അന്തിമ പരീക്ഷയിൽ ഓരോ ആത്മാവിനും കടന്നു പോകേണ്ട ആ അന്തിമ പരീക്ഷയിലൂടെ ബാബ കടന്നുപോയി. കർമ്മബന്ധനം, ദേഹബന്ധനം സമാപ്തമായി. ഇതായിരുന്നു മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബാബയ്ക്ക് ഉണ്ടായ അനുഭവം. ബാബ പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ദൂരെ എവിടെയും പോയിട്ടില്ല. മുൻപ് ശരീരമുള്ളത് കാരണം നിങ്ങളെ കാണാൻ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ശരീരം പോയതോടെ ആ തടസ്സങ്ങൾ നീങ്ങി. ഇപ്പോൾ താങ്കൾ കുട്ടികൾ എവിടെ, എപ്പോൾ, എത്ര സമയം ആഗ്രഹിക്കുന്നുവോ ബുദ്ധിയോഗ ബലം കൊണ്ട് ബാബയുടെ അരികിലെത്താം. പരിധിയില്ലാത്ത വിശ്വസേവനത്തിന് ഉപസ്ഥിതനായിരിക്കുകയാണ് ബാബ. താങ്കൾ കുട്ടികൾക്കായി സത്യുഗ സ്ഥാപനയുടെ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലായിരുന്നപ്പോൾ താങ്കൾ കുട്ടികളും ദേഹത്തിലാണ്. അപ്പോൾ ബുദ്ധിയോഗ ബലത്തിലൂടെ തന്നെയാണല്ലോ താങ്കൾ ശിവബാബയെ കണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ അവ്യക്തമായതുകൊണ്ട് കൂടുതൽ അനുഭവമുണ്ടാക്കും. ചില കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്, അയ്യോ, എനിക്ക് ബാബയെ കൂടുതൽ നാൾ കാണാനും ഇടപഴകാനും പറ്റിയില്ലല്ലോ, സമയം കയ്യിൽ നിന്ന് പോയല്ലോ. ബാബ പറയണ, മക്കളെ, ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇനി നിങ്ങൾ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ, ബുദ്ധിയുടെ ലൈൻ നിങ്ങളുടെ ക്ലിയർ ആക്കിയില്ലെങ്കിൽ സമയം കയ്യിൽ നിന്ന് പോകും. വാണിംഗ്. ബുദ്ധിയുടെ ലൈൻ ക്ലിയറാക്കി ബാബയുമായി ബുദ്ധിയോഗം നിങ്ങൾ കുട്ടികൾ വെച്ചില്ലെങ്കിൽ സമയം കയ്യിൽ നിന്ന് പോകും. പിന്നീട് പശ്ചാത്തപിച്ചിട്ട്, ഈ സമയം കൂടി കയ്യിൽ നിന്ന് പോയിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല മക്കളെ. ഇപ്പോൾ വിശ്വനാടകത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് താങ്കൾ കുട്ടികൾക്ക്, ശ്രദ്ധയോടെ കേട്ടോളൂ, ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ താങ്കൾ മക്കൾക്ക് അവസ്ഥയെ അധികം
അധികാധികം സൂക്ഷ്മമാക്കി ബാബയെപ്പോലെ സൂക്ഷ്മവദനവാസിയാകേണ്ടതുണ്ട്. സൂക്ഷ്മതയിലേക്ക് പോകണമല്ലോ മക്കളെ. ഈ വ്യക്തത്തിൽ തന്നെ ഇരിക്കാനാണോ ഇഷ്ടം? ഇനി അവ്യക്തത്തിൽ നിന്ന് ബാബയെ വ്യക്തത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവ്യക്ത സ്ഥിതിയിലിരുന്ന് അവ്യക്ത പാലനയുടെ അനുഭവത്തിൻ്റെ അഭ്യാസം ചെയ്യൂ. ബാബ താങ്കളുടെ കൂടെ തന്നെയുണ്ട്, കൂട്ടുവിട്ടിട്ടില്ല. പരംധാമത്തിൻ്റെ ഗേറ്റ് തുറക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്രകാരം ബാബ മുഴുവൻ വൃത്താന്തങ്ങളുടെ പിന്നിലെയും രഹസ്യത്തെ സ്പഷ്ടമാക്കിക്കൊണ്ട് ബാബ തൻ്റെ ദിവ്യ സ്വരൂപത്തിൻ്റെ വ്യക്തത നൽകിക്കൊണ്ട് കുട്ടികളുടെ യോഗത്തിൻ്റെ സ്ഥിതി ഉയർത്തുന്നതിന് വേണ്ടി അവ്യക്ത സ്ഥിതിയിലേക്ക് ഉയരുന്നതിനുള്ള ശക്തമായ പ്രേരണ നൽകി. സർവരുടെയും മനസ്സിൽ അനുഭൂതികളുടെ മുദ്രണം ഉണ്ടാക്കിക്കൊടുത്തു ബാബ. അവ്യക്ത രൂപത്തിൽ ബാബ സദാ കൂടെയുണ്ട്. ഇന്നും യജ്ഞത്തിലെ മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാകുമല്ലോ, ബാബ എൻ്റെ കൂടെയുണ്ട്. ഇത് പറയാൻ വേണ്ടി മാത്രമല്ല, വ്യക്തിപരമായി താങ്കൾ കുട്ടികളുടെ ഓരോരുത്തരുടെയും അനുഭവം ഇതല്ലേ? ബാബ എന്നോടൊപ്പമുണ്ട്. അവ്യക്ത മിലനത്തിനോടൊപ്പം ബാബയുടെ വ്യക്തകാല ചരിത്രങ്ങളുടെ ഗാഥകൾ ബാബയോടൊപ്പം ജീവിച്ച ഓരോ മക്കളും സ്മരിക്കുന്നു. കാരണം ബാബയോടൊപ്പം ജീവിച്ച കാലഘട്ടത്തിലെ ഓരോ മക്കളുടെ ഉള്ളിലും ഓരോ ആത്മാവിലും ബാബ അത്രത്തോളം പുത്തൻ ഉണർവും ഉത്സാഹവും നിറച്ചു കൊടുത്തിരുന്നു. പുതിയ ജീവിതം സമ്മാനിച്ചിരുന്നു. അവരുടെ എല്ലാം വായിൽ നിന്ന് ആഹാ എൻ്റെ ബാബ, ആഹാ ഈ സംഗീതം പുറപ്പെട്ടിരുന്നു. പരംപിതാശിവ ബാബയെ ബ്രഹ്മബാബയിലൂടെ കണ്ട കുട്ടികൾ തങ്ങളുടെ ജീവിതമാകുന്ന മരുഭൂമിയിൽ പച്ചപ്പുണ്ടാക്കി തന്ന ജ്ഞാനത്തിൻ്റെ മഴ പെയ്പ്പിച്ച് ജീവിതത്തെ ശീതളമാക്കി തന്ന ബ്രഹ്മബാബയെ മറക്കാൻ ശ്രമിച്ചാലും ആ മക്കൾക്കൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. കുട്ടികളെല്ലാവരും ബാബയുടെ സ്നേഹത്തിൻ്റെ ഗീതങ്ങൾ ഇങ്ങനെ പാടുമായിരുന്നു. അതിലൊരു പാട്ടിൻ്റെ വരികൾ ഓർമ്മിപ്പിക്കുകയാണ് ജഗദീഷ് ഭായ്. ജാനകി ദാദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായിരുന്നു അത്. ആദിയിലെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴയ കുട്ടികൾ. ബാബാ തേരെ ബന്നേ മേ സുഖ് മില്ല ഇലാഹി. അളവറ്റ സുഖം അങ്ങേ കിട്ടിയതോടെ കിട്ടിയെന്ന് തുടങ്ങുന്ന പാട്ട്. ഇപ്രകാരം മനസ്സിലെ ബാബയുടെ ഓർമ്മകൾ കുട്ടികളുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന് ബാബയെ മറക്കാനും പറ്റില്ല, എന്നാൽ ബാബയെ ഓർമ്മിക്കേണ്ടതുമില്ല. ഓർമ്മയൊരു സ്വാഭാവിക പ്രക്രിയയായി മാറിയ മഹാനായ ആത്മാക്കളുടെ ഉള്ളിൽ ബാബയോടൊപ്പം ഉണ്ടായിരുന്ന അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലാട്ടം സ്മൃതികളായി ഉണർന്നുകൊണ്ടേയിരുന്നു. ആ ഓർമ്മകൾ മരിക്കുകയില്ലല്ലോ, മറക്കുകയില്ലല്ലോ. അതുകൊണ്ട് ബ്രഹ്മബാബയോടൊപ്പം ജീവിച്ച ഓരോ മക്കളുടെ ഹൃദയവും പാടാൻ തുടങ്ങി. ബാബയുടെ ഓരോ പാട്ടുകളുടെ വരികൾ ഓർമ്മിപ്പിക്കുകയാണ് ഭായ് സാബ്. സംഗം യുഗമേ ബാബ മഹിമ തുമാരി ഗാവും. ഇതും പഴയ പാട്ടാണ്.
മറ്റൊരു കുട്ടി ബാബ അവ്യക്തമായ സമയത്തെ അനുഭവങ്ങൾ തൻ്റെ ദിവ്യചക്ഷുസിൽ കണ്ടുകൊണ്ട് ബാബയുമായിട്ടുള്ള യോഗയുക്ത അവസ്ഥയിൽ അലൗകിക സ്നേഹത്തിൻ്റെ ഗീതം എഴുതുകയുണ്ടായി. ആ പാട്ടായിരുന്നു ബാപ് ദാദാ മുझे तेरी याद आए, जब आऊँ मैं मधुबन में तो दिल के अंगन व उधर जाए. ഇങ്ങനെ ഓരോ കുട്ടികളും ബാബയുടെ ഓർമ്മകൾ, അനുസ്മരണങ്ങൾ കവിതകളായി പാട്ടുകളായി എഴുതുകയുണ്ടായി. ബാബയുടെ മക്കൾ കേവലം ഓർമ്മകളിൽ ജീവിക്കുക മാത്രമായിരുന്നില്ല. ജിനോനെ ഉൻകെ ദ്വാര കൊയ് അധിക് ഈശ്വരീയ ജ്ഞാൻ നഹി ലിയാ ഥാ. അധികകാലം ബാബയോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത, ജ്ഞാനം പ്രാപ്തമാക്കാൻ കഴിയാത്ത കുട്ടികളും ഉണ്ടായിരുന്നു. വേ യജ്ഞക്കെ വേദൻധാരി കർമ്മചാരി ഥേ. പാണ്ഡവ് ഭവനത്തിലെ ബിൽഡിംഗ് പണികൾക്ക് വന്നിരുന്ന തൊഴിലാളികൾ, അവർ പോലും ബാബയുടെ ഗുണഗാനം പാടിയിരുന്നു. പൂന്തോട്ടത്തിൽ പണിയെടുക്കാൻ വന്നിരുന്ന തൊഴിലാളികൾ, ബിൽഡിംഗ് പണിക്ക് വന്നിരുന്ന പണിക്കാർ, ഇവരുടെ ഓരോരുത്തരുടെയും നയനങ്ങൾ ബാബ അവ്യക്തമായ സമയത്ത് ബാബയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ്. ഏക് ദിൻ ഇസ് ലേഖ സെ വോ കഹത്തെ കി ഉസ്കെ ദോനോ നേത്രോ മേ. ഭായ് സാബ് പറയണ, ഒരു ദിവസം ആ പണിക്കാർ ഭായിജിയെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട്, കണ്ണുകളിൽ മുത്തുകൾ പോലെ സ്നേഹജലം നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ജഗദീഷ് ഭായ്, ബാബ ഇത്രയും സ്നേഹം ഞങ്ങൾക്ക് നൽകിയിരുന്നു. എങ്ങനെ പറയും ഞങ്ങൾ താങ്കളോട്? ഞങ്ങൾ സ്കൂളിൽ പോവുകയും പഠിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ബാബ ഞങ്ങൾക്ക് തന്ന സ്നേഹം താങ്കളോട് വർണ്ണിക്കാൻ വാക്കുകളൊന്നും ഞങ്ങൾക്കറിയില്ല. നോക്കൂ, ഞാനൊരു സാധാരണ കുടുംബത്തിലെ ആൾ, ഇവിടെ തോട്ടം പണിക്ക് വന്നിരുന്ന ആളാണ്. പക്ഷേ ബാബ എന്നോട് എത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. ലോകത്തിൽ എത്രയോ വലിയ വലിയ പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളുണ്ടാവും. പക്ഷേ ഞാനിവിടെ ഒരു ചെറിയ പണിക്കാരനാണെങ്കിലും ഫിർ ബി ബാബ മുझे कहते थे മാലി ബച്ചേ. ഇത്രയും ചെറിയൊരു പൂന്തോട്ടത്തിൽ ചെറിയൊരു ജോലിയാണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ പോലും ബാബ എന്നെ വിളിച്ചിരുന്നത് എന്താണെന്ന് അറിയോ ജഗദീഷ് ഭായ്? ആ പണിക്കാരൻ പറയാണ്, ബാബ എന്നെ മാലി ബച്ചേ എന്നാണ് വിളിച്ചിരുന്നത്. തോട്ടം സൂക്ഷിപ്പുകാരനായിരുന്ന കുഞ്ഞേ. പണിക്കാരൻ്റെ കണ്ണിൽ ബാബ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. കഭി ബി നൗക്കർ സമജ്കർ, ഒരിക്കലും ഒരു വേലക്കാരൻ എന്നതുപോലെ ബാബ എന്നോട് പെരുമാറിയിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വേണം? നമ്മളും അല്ലേ, നമ്മുടെ വീടുകളിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും പലരും ജോലിക്കും വേലയ്ക്കും കൂലിപ്പണിക്കാരും അല്ല വീട്ടുജോലിക്കൊക്കെ പലരും വരും. പല നിലവാരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകും. പക്ഷെ ബാബയുടെ മക്കളായി നമ്മൾ ഓരോരുത്തരോടൊപ്പം എങ്ങനെ ഇടപഴകണം? ഏത് ദൃഷ്ടിയിൽ നമ്മൾ അവരെയൊക്കെ കാണണം? ബ്രഹ്മബാബ ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ പോലും കണ്ടിരുന്നത് എങ്ങനെ? എൻ്റെ കുഞ്ഞേ, कभी भी घटिया समझकर मुझे नहीं देखा जिसे और वत्सों को देखते. ബാബ എങ്ങനെ യജ്ഞത്തിലെ ബാക്കി മക്കളെ കാണുന്നു അതേ ദൃഷ്ടിയിലാണ് ബാബ എന്നെ കണ്ടിരുന്നത്, എന്നോട് പുഞ്ചിരിച്ചിരുന്നത്. ഒരു പണിക്കാരനായി ബാബ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. ഇത് പറയുന്ന സമയത്ത് ആളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ബാബയുടെ ആ ഉയർന്ന ദൃഷ്ടികോണിനെക്കുറിച്ച് ആ ജോലിക്കാരൻ വർണ്ണിക്കുകയായിരുന്നു. उनके इस चेहरे व नेत्रों से प्रवाहित होकर
എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാബ നൽകിയ സ്നേഹത്തിൻ്റെ അനുപമ പ്രേമത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അയാളുടെ കവിളിലൂടെ കണ്ണുകളിലൂടെ ഒഴുകിയിരുന്ന പ്രേമത്തിൻ്റെ അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. എന്നിട്ട് ആൾ പറയുകയായിരുന്നു, ആത്മാവ്, ഞാൻ ഒരിക്കലും ബാബയുടെ ആ മൂർത്തി രൂപം എനിക്ക് മറക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ അയാൾക്ക് കണ്ണുനീര് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രായമുള്ള ആളായിരുന്നു ആ വ്യക്തി, പക്ഷെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഏങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. മുജ്മേ ബി തബുസേ, എനിക്കും അപ്പോൾ ആളുടെ കണ്ണീരൊപ്പാൻ എനിക്കും കഴിഞ്ഞിരുന്നില്ല. सोचने पर भी मेरे लबों पर कोई ऐसे शब्द नहीं आए. ഞാൻ ആലോചിച്ചിട്ടും അയാളുടെ സ്നേഹത്തിൻ്റെ അശ്രു കണങ്ങൾ തുടയ്ക്കാൻ എന്ത് വാക്ക് പറയണം എന്നാലോചിച്ചിട്ടും എനിക്ക് പറയാനൊരു വാക്കും അപ്പോൾ കിട്ടിയില്ല. ദൃഷ്ടിയിലൂടെ തന്നെ ഞാൻ ആ ആത്മാവിനോട് സംസാരിച്ചു. കാരണം എന്താണ് എനിക്ക് പറയേണ്ടതെന്നോ എങ്ങനെ ആ ആത്മാവിൻ്റെ കണ്ണീരൊപ്പണമെന്നോ എനിക്ക് മനസ്സിലായില്ല. ആ സമയത്ത് ബാബയുടെ വേർപാട് ആത്മാവിനുണ്ടാക്കിയ വേദന എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രേം കി ദീപശിഖ ഉസ് സമയ തേജി സെ ജൽ ഉടി ഥി. കാരണം എൻ്റെ ഉള്ളിലും ആ സമയത്ത് പ്രഭു പ്രേമത്തിൻ്റെ ദീപശിഖ ജ്വലിക്കുകയായിരുന്നു. കുറച്ച് സമയത്ത് ഞാനും ബാബയുടെ ഓർമ്മയുടെ സ്നേഹത്തിൽ അലിഞ്ഞ് മൂകനായിപ്പോയി. ശരീരം എൻ്റെ ഒരു മരം പോലെ നിന്നുപോയി. ഞാൻ ചലനമറ്റ്. कुछ ही देर में स्वयं को संभालते हुए उस माली ने बाबा की कुड़िया की ओर इशारा करते. കുറച്ച് സമയത്തിനുള്ളിൽ ആ ആത്മാവ് സ്വയം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ബാബയുടെ കുടിലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ജഗദീഷ് ഭായി, ആ കുടിലാണ് ബാബ കുട്ടികളുമായി മിലനം നടത്തിയിരുന്നത്. എല്ലാ കുട്ടികളും അവിടെ വന്നിരുന്നാണ് ബാബയോട് ഹൃദയം തുറന്ന് സംസാരിച്ചിരുന്നത്. ആര് അവരുടെ എന്ത് കാര്യമുണ്ടോ അത് അതേപോലെ ബാബയോട് തുറന്നു പറയുമായിരുന്നു അവിടെ ഇരുന്ന്. കാരണം ബാബയല്ലാതെ വേറൊരാൾ കേൾക്കാതെ എന്ത് പറയണമോ ബാബയോട് മാത്രമായി പറയേണ്ട കാര്യങ്ങൾ ആ കുടിലിരുന്നാണ് കുട്ടികൾ ബാബയോട് സംസാരിച്ചിരുന്നത്. ഞാൻ ആ കുടിലിൻ്റെ അടുത്തുള്ള ചെടികൾ തയ്യാറാക്കുമായിരുന്നു. ആ ചെടികൾക്ക്, കുടിലിൻ്റെ സമീപത്തുള്ള ചെടികളെ നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പരന്തു കബി ബാബാനെ മുച്ചെ വഹാസെ. പക്ഷേ കുട്ടികൾ ബാബയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ബാബയോട് ഷെയർ ചെയ്യുന്നതെങ്കിൽ പോലും ബാബ ഒരിക്കലും ഞാൻ അവിടെ ചെടികൾ നേരെയാക്കുമ്പോൾ, ചെടികൾ നനയ്ക്കുമ്പോൾ എന്നോട് അവിടുന്ന് പോകൂ എന്നൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോഴെനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ വിചാരം വരുമായിരുന്നു, നോക്കൂ, ബാബയ്ക്ക് ഓരോ കുട്ടികളും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ബാബയോട് പങ്കുവയ്ക്കുമ്പോൾ പോലും ബാബയ്ക്ക് എൻ്റെ മേലെ എത്ര വിശ്വാസമാണ്. എന്നോട് അവിടുന്ന് മാറാനോ പോകാനോ ഒന്നും ബാബ പറഞ്ഞിട്ടില്ല. ബാബ പറയുമായിരുന്നു, എന്നെ ചൂണ്ടിയിട്ട്, ഇത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ്. ऐसा कहते हुए उनके चेहरे को, ഇങ്ങനെ പറയുന്ന സമയത്ത് വീണ്ടും ആ ആത്മാവിൻ്റെ മുഖം ബാബയോടുള്ള സ്നേഹം കൊണ്ട് വിടർന്നു. ഈ മധുബനത്തിലെ ദേവതയെ ബാബയെക്കുറിച്ച് പറയാണ്. ഈ മധുബനത്തിലെ ദേവതയെ കണ്ട് എൻ്റെ തല എപ്പോഴും ബാബയെ കാണുമ്പോൾ കുനിഞ്ഞു പോകുമായിരുന്നു. ഹൃദയം സ്നേഹം കൊണ്ട് നിറയുമായിരുന്നു.
ബാബ ഈ മധുബൻ വീടിൻ്റെ ദേവനായിരുന്നു. ഇതെല്ലാം കേട്ട് ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്. എൻ്റെ മനസ്സും ചലനമറ്റു ശരീരവും. ആ തോട്ടം പണിക്കാരൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ബാബാനെ അപ്പന രംഗ് ഇസ് പർ. അപ്പം എനിക്ക് തോന്നുകയായിരുന്നു, ബാബ ഈ പണിയെടുക്കാൻ വന്നിരുന്ന ഒരാളുടെ ഉള്ളിൽ പോലും ബാബയുടെ സ്നേഹത്തിൻ്റെ തരംഗങ്ങൾ, എത്ര മായാത്ത ഓർമ്മകളുടെ മുഖമുദ്രയാണ് പതിപ്പിച്ചിരിക്കണേ. ആ ആത്മാവ് സംസാരിക്കുമ്പോൾ ഞാൻ മൗനമായിരുന്നു, എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ആ ആത്മാവിൻ്റെ മനസ്സിൻ്റെ മന്ത്രം, എന്തെല്ലാം അനുഭവങ്ങൾ ഷെയർ ചെയ്തിരുന്നു, അതെല്ലാം കേട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ടേയിരുന്നു. ആ പൂന്തോട്ടം പണിക്കാരന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. വീണ്ടും തുടരുകയാണ്, ജഗദീഷ് ഭായി, ഞാനിവിടുത്തെ പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്ന പണിക്കാരനാണ്. പല സ്ഥലങ്ങളിലും ഞാൻ ഈ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ മറ്റ് മുതിർന്നവരും ഇതേ ജോലിയാണ് ചെയ്യണേ. പക്ഷേ ബാബയുടെ പൂന്തോട്ടത്തിൽ വരുമ്പോൾ എനിക്ക് ലഭിച്ചിരുന്നത് പരിധിയില്ലാത്ത സ്നേഹമായിരുന്നു. ജിസ് പ്രേം സെ വോ ഫൂലോं को देखते ബ്രഹ്മ ബാബ, പൂക്കളെ നോക്കിയിരുന്ന ബാബയുടെ സ്നേഹം मुझे केवल ये नहीं महसूस होता कि वो मेरे काम की कद्र करते. എനിക്കൊരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ല, ബാബ എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷേ ബാബയ്ക്ക് എനിക്ക് തോന്നിയിരുന്നു, ബാബയ്ക്ക് പൂക്കളോട് എത്ര സ്നേഹമുണ്ടോ അതിനേക്കാളും സ്നേഹം എന്നോടുണ്ട് എന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യമായിട്ടും ഈ പൂക്കളിൽ തന്നെ ബാബ തൻ്റെ മക്കളെയെല്ലാം കാണുകയാണ്. ജഗദീഷ് ഭായി, ഞാൻ ദിവസവും ബാബയ്ക്ക് അതിരാവിലെ പൂന്തോട്ടത്തിൽ നിന്ന് പൂ പൊട്ടിച്ചു കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം. ദിവസവും രാവിലെ ബാബ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് പൂക്കൾ പൊട്ടിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. ബാബ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന പൂവ് വാങ്ങുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതിൻ്റെ സുഗന്ധം എടുത്തുകൊണ്ട് എനിക്ക് ദൃഷ്ടി തന്നുകൊണ്ട് ബാബ ആ പൂക്കൾ വാങ്ങുന്ന ദൃശ്യം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ വീണ്ടും അയാൾക്ക്, ആ ആത്മാവിന് ആളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുകയാണ്, അബ് മുझे മാലി ബച്ചെ കേക്കർ കോൺ പുകാരേഗ. ഇനി എന്നെ ആരാ മാലി ബച്ചേന്ന് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ബാബ की उस कुड़िया और बगीचे के साथ तो बहुतों की यादें. ബാബയുടെ ആ കുടിലും അതിന് ചുറ്റുമുള്ള പൂന്തോട്ടത്തോടുമൊപ്പം അനേക ആത്മാക്കളുടെ ശ്രേഷ്ഠ സ്മൃതികൾ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുകയാണ്. ന ജാനെ കിത്തനി ആത്മാവും കോ ബാബാനെ. അറിയില്ല, ഈ കുടിലിലും ഈ പൂന്തോട്ടത്തിലുമായിട്ട് ബാബ എത്ര മക്കൾക്കാണ് ജീവിതത്തിൽ ശ്രേഷ്ഠമായ മാർഗം വഴി കാണിച്ചു കൊടുത്തത്. എത്ര ആത്മാക്കൾക്ക് ജീവിതം ജീവിക്കാനുള്ള വഴി കിട്ടി. ബഗീച്ചയ്ക്ക് ഫൽ ഓർ ഭൂൽ ദേത്തേ ഹുയേ. ഈ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കളും പഴങ്ങളുമെല്ലാം കൊടുത്തുകൊണ്ട് ബാബ എത്ര പേർക്ക് സ്നേഹവാത്സല്യങ്ങൾ നൽകിയിരുന്നു. ഈ പൂന്തോട്ടത്തിലെ ഊഞ്ഞാലിലിരുത്തി ജ്ഞാന യോഗത്തിലൂടെ ശാന്തിയും ആനന്ദവും പകർന്ന് ബാബ എത്ര പേരെ അതീന്ദ്രിയ സുഖത്തിൽ ഊഞ്ഞാലടിച്ചിരുന്നു.
ആ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതികളെല്ലാം മക്കൾ പാട്ടുകളായിട്ട് പാടിക്കൊണ്ടിരുന്നു. അതേപോലെ അവിടെ കെട്ടിടം പണിയെടുത്തിരുന്ന ഒരു മേശിരി, കെട്ടിടം പണിക്കാരൻ, ട്രെയിനിങ് സെക്ഷൻ്റെ നിർമ്മാണ കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിലൊരു മേശിരിയും ബാബയെക്കുറിച്ച് അനുസ്മരിക്കുകയായിരുന്നു. ബാബയുടെ ഓർമ്മയിൽ മുഴുകിക്കൊണ്ട് ആ കെട്ടിടത്തിൻ്റെ ഭിത്തികളൊക്കെ കെട്ടുന്ന ജോലി ചെയ്തിരുന്ന ആളാണ്. ജബ് വോ ബാബ കെ ഭവദേഹ് കി അന്തിം പ്രക്രിയ കെ ലിയെ, ആ ആൾ തന്നെയാണ് ബാബയുടെ അന്തിമ സംസ്കാര ക്രിയയ്ക്ക് വേണ്ടി ഇപ്പോൾ ശാന്തിസ്തംഭം നിൽക്കുന്ന സ്ഥലത്ത് പ്ലാറ്റ്ഫോം പണിയുകയായിരുന്നു, ബോഡി ചിതയൊരുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തെ ആ ആത്മാവിൻ്റെ മനോസ്ഥിതിയെക്കുറിച്ച് ആൾ വർണ്ണിക്കുകയായിരുന്നു. ബാബ അവ്യക്തമായ സമയത്ത് നാനാഭാഗത്തുനിന്ന് സഹോദരീ സഹോദരന്മാർ മധുബനിലേക്ക് ഒഴുകി വന്നു. ആ മേശിരിയും അവരുടെ ഇടയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉസ്കെ ചേരെ സെ ലഗ്താ ഥാ കി വോ ഉസ് സോച്ച് മേ കി യേ ക്യാ ഹോ ഗയാ. ആ സമയത്ത് ആ പണിക്കാരനെ കാണുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു, ആൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, അത്ഭുതസ്തബ്ധനായിട്ട്. എന്താ സംഭവിച്ചേ ബാബയ്ക്ക്? ഏക് ദിൻ ജബ് ഉസ്സെ രഹാ നഹീ ഗയാ തബ് വോ ഇസ് ലേഖ സെ ബോലാ. ഒരു ദിവസം ഹൃദയം അണ പൊട്ടി ഒഴുകി. അന്ന് ആ ആത്മാവ് എന്നോട് വന്ന് സംസാരിച്ചു, ജഗദീഷ് ഭായി, ബാബ മുझे अब भी मिला करते हैं. ആ ആത്മാവ് എന്നോട് വന്ന് പറയണേ, ജഗദീഷ് ഭായി, ഇപ്പോഴും ബാബ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്നതും ഞാൻ ബാബയെ കണ്ടു. ആ പണിക്കാരൻ പറയാണ്, ഞാനിന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റതും ബാബയെ കണ്ടു. ബാബ എനിക്ക് ചില നിർദ്ദേശങ്ങൾ പണികൾക്ക് വേണ്ടി തന്നു. ഈ സ്ഥലത്ത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇങ്ങനെ ശരിയാക്കണം എന്ന് ബാബ എന്നോട് പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത്, അത് പറയുമ്പോൾ ആ മേശ്രിയുടെ ഉള്ളിൽ നിന്ന് ബാബയെ പ്രതി ഒഴുകിയ സ്നേഹം, അപ്പനപ്പൻ, വിശ്വാസം ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു ആ മേശ്രിയുടെ മുഖത്ത്. ഇപ്പോൾ സംഭവിച്ചതുപോലെ ബാബയെ ഇപ്പോഴും കൺമുന്നിൽ കാണുന്നത് പോലെയാണ് ആൾ പറഞ്ഞത്. എന്നിട്ട് ആൾ തുടർന്ന് പറയുകയാണ്, ബാബ എന്നെ കുട്ടി കുട്ടിയെന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. ഡെയിലി പണിക്കുള്ള നിർദ്ദേശങ്ങൾ ബാബ എനിക്ക് തരാറുണ്ട്. എനിക്കതുകൊണ്ട് അനുഭവമുണ്ട്. ബാബ എൻ്റെ അച്ഛനാണ്, ഞാൻ എൻ്റെ ബാബയുടെ ഒരു കുട്ടിയാണ്. ബാബ എന്നെ കുട്ടി കുട്ടിയെന്നേ വിളിക്കാറുള്ളൂ. കുട്ടിയെന്ന് വിളിച്ചുകൊണ്ടാണ് നിർമ്മാണ കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം തരുന്നത്. ഇനി എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ബാബ എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം എനിക്ക് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കണം. ബാബയെ കാണുമ്പോൾ തന്നെ എൻ്റെ പണിയുടെ ക്ഷീണമെല്ലാം അകലുമായിരുന്നു. എനിക്കെപ്പോഴും തോന്നും, ഒരു സംരക്ഷകൻ്റെ കൈ എൻ്റെ ശിരസിലാണ് എന്നതുപോലെ ബാബ അനുഭവം നൽകിയിരുന്നു. രാജസ്ഥാനി ഭാഷയിൽ അവർ സംസാരിക്കുമ്പോൾ അധികം ഹിന്ദി അവർക്കറിയില്ല. എങ്കിലും ബാബയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 1000 നാവാണ്. അത്രത്തോളം ബാബയുടെ സ്നേഹം അവരുടെ എല്ലാം ഹൃദയത്തിൽ ഒഴുകുന്നത് ഞാൻ കണ്ടു. ബാബയാകുന്ന അവരുടെ ഇഷ്ടദേവനെ പ്രസന്നനാക്കുന്നതിന് വേണ്ടി ബാബ അവ്യക്തമായതിന് ശേഷവും അവരെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ അവർ അങ്ങനെ ചെയ്തിരുന്നു. കിസ് കിസ്കെ മൻ കെ വൃത്താന്ത സുനായി.
ജഗദീഷ് ഭായ് പറയണ ഇപ്രകാരം: ഏതെല്ലാം ആത്മാക്കളുടെ മനോവൃത്താന്തങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. ഓരോ ആത്മാക്കളുടെ ഹൃദയത്തിലും ഇതേപോലെ ഓരോ ഗാഥയുണ്ട്. जो अन्य प्राणी बाबा के सामने आए वो भी उनके प्यार से എല്ലാ ആത്മാക്കളും ബാബയിൽ നിന്ന് ലാഭം എടുത്തിട്ടുണ്ട്. ബാബ അവ്യക്തമായതിനു ശേഷം ഒരുമിച്ച് ചേർന്ന സഹോദരി സഹോദരന്മാർ എല്ലാവരും वो भाई बहनों को संबोधित करते हुए पर्वतराज अबू की एक चिड़िया की दास्तान सुनाई गई. दादी जी ने किस्सा इस प्रकार सुनाया. എല്ലാവർക്കും വേണ്ടി പർവ്വതരാജനായ അബൂലെ ഒരു പക്ഷി സംസാരിക്കും പോലെ ദാദിജി പറഞ്ഞു: प्रतिदिन प्रातः जब बाबा क्लास करा लेते और उसके बाद सभी वर्षों को स्नेह से अपने कोमल कमल हस्तों से ദിവസവും ബാബ ക്ലാസ്സിന് ശേഷം മക്കൾക്കെല്ലാം സ്നേഹത്തോടെ തൻ്റെ കോമള കമലഹസ്തങ്ങളിലൂടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് യജ്ഞപ്രസാദം നൽകുമ്പോൾ कुछ दिनों से लगातार निश्चित समय पर एक चिड़िया आ जाती थी. ദാദി പറയാണ്, എല്ലാ ദിവസവും ഡെയിലി കറക്റ്റ് സമയത്ത് ഒരു പക്ഷി വരുമായിരുന്നു. കിളികൾക്ക് പോലും ബാബ എങ്ങനെ അനുഭവം നൽകിയിരുന്നു എന്ന് ദാദി പറയാണ്. तब बाबा कहते देखो ये बच्ची आ गई. ടോളി മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു പക്ഷി പറന്നു വരുമായിരുന്നു. ആ പക്ഷിയെ നോക്കിയിട്ട് ദാദിയോട് ബാബ പറഞ്ഞിരുന്നു, ദാ ആ കുട്ടി വന്നു. ബച്ചി എന്നാണ് വിളിച്ചിരുന്ന ബാബ പക്ഷിയെ. എന്നിട്ട് ബാബ ആ പക്ഷിയെ നോക്കി വിളിക്കും, ആവോ ബച്ചി ആവോ. സാധാരണ ഒരു പ്രാണിയെ പോലും ബാബ എങ്ങനെ കണ്ടിരുന്നു എന്ന് ദാദിജി അനുഭവം പറഞ്ഞത് ജഗദീഷ് ഭായ് സ്മരിക്കുകയാണ്. ബാബ വിളിക്കുമ്പോഴേക്കും പറന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് ബാബയുടെ കയ്യിൽ വന്ന് ടോളി വാങ്ങും, എന്നിട്ട് പറന്നു പോകും. ഒരു ദിവസം ബാബ ലാസ്റ്റ് ഡേയിൽ ക്ലാസ് എടുത്തില്ലല്ലോ. ആ ദിവസം ആ പക്ഷി അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങി ആകെ മൂഡ് ഓഫായിരുന്നു. അന്ന് ആ പക്ഷി ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടന്നു, തനിക്ക് എന്തോ വിലയേറിയത് നഷ്ടപ്പെട്ടതുപോലെ. എന്നിട്ട് ആ പക്ഷി ചിലച്ചുകൊണ്ട് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ബാബയെ തേടിക്കൊണ്ടിരുന്നു. അന്ന് രാവിലെ ബാബ വന്നില്ലല്ലോ ടോളി കൊടുക്കാനും മുരളിക്കും. ബാബ അന്ന് രാത്രി അവ്യക്തമാക്കുകയും ചെയ്തു. ബാബ ശരീരത്യാഗം ചെയ്ത് ബാബയുടെ ശരീരം ചെറിയ ഹാളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ സമയത്ത് ആ പക്ഷി അവിടെ പറന്നെത്തി. അതിനുശേഷം ആ പക്ഷി ഉള്ളിൽ വന്ന് ബാബയുടെ അടുത്തുനിന്ന് ദർശനം വാങ്ങിയിട്ട് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. ആ സമയത്ത് എല്ലാവർക്കും തോന്നി, ജैसे वो कह रही कि अब मुझे, ആ പക്ഷി ഇങ്ങനെ പാടിയിട്ട് പോകുന്നത് പോലെ എല്ലാവർക്കും തോന്നി, ഇനി എനിക്ക് ആര് സ്നേഹം തരും? ആ സ്നേഹം നിറഞ്ഞ ടോളി എനിക്ക് ആര് തരും? ഇനി ഞാൻ എൻ്റെ വികൃതികൾ ഡാൻസ് ആരെ കാണിക്കും? കാരണം ടോളി വാങ്ങുന്നതിന് മുമ്പ് കുറേ ഡാൻസ് കളിച്ച് പറന്ന് കളിച്ചിട്ടാണ് ബാബയുടെ അടുത്തുനിന്ന് ടോളി വാങ്ങിയിരുന്നുള്ളൂ ആ പക്ഷിയെന്ന്. ഞാൻ ആരുടെ അടുത്തിനെ പാട്ട് പാടും? മധുരമായ യജ്ഞപ്രസാദം ഇനി എനിക്ക് ആര് തരും? അങ്ങനെ 3 ദിവസം വരെ അബ് മേ ക്യാ കരും, അബ് മേ ക്യാ കരും, ഞാനിനി എന്ത് ചെയ്യും, ഞാൻ എവിടെ പോകും, എൻ്റെ ലോകം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ.
അങ്ങനെ ആ പക്ഷി അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് 3 ദിവസം. इस प्रकार अब ये दृश्य भी समय का पर्दा गिरने से अतीत में विलीन हो गया और अब जगह जगह से आए हुए. അങ്ങനെ ആ ദൃശ്യവും കർട്ടന് പിന്നിലേക്ക് മറഞ്ഞു. പല ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന സഹോദരീ സഹോദരന്മാർ ബാബയുടെ ക്രിയകൾക്കെല്ലാം ശേഷം തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ എല്ലാവരുടെയും മനസ്സിലൊരു ശബ്ദം ഉണ്ടായിരുന്നു. ഏക് ഹി ലഗൻ തീ ഏക് ഹി. എല്ലാവരുടെ ഉള്ളിൽ ഒരേ ഒരു അലയാണ് അലയടിച്ചിരുന്നത്. അബ് ഹം ജാക്കർ ജൻ ജൻ കോശ് ബാബ കാ സന്ദേശ് സുനായി. എല്ലാവരും ഈ സങ്കല്പം എടുത്തുകൊണ്ടാണ് അത് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓരോരോ ആത്മാവിനും ശിവസന്ദേശം നൽകണം. വേ സബ് ജോ തോ രഹേ ഥേ ഓർ മൻ ഹി മൻ. പോകുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഈ പാട്ട് മുഴങ്ങുന്നുണ്ടായിരുന്നു. ബാബ തുമാരി ശിക്ഷായേ സദാഹെ സംഘ ഹമാരെ. നല്ലൊരു പാട്ടാണിത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴയ കുട്ടികൾ. ബാബ തുമാരി ശിക്ഷായേ സദാഹെ സംഘ ഹമാരെ. ബാബ അങ്ങ് നൽകിയ പാഠങ്ങൾ സദാ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ജീവിതം മുഴുവൻ ഞങ്ങൾ അങ്ങ് നൽകിയ ശ്രീമതത്തിലൂടെ സഞ്ചരിക്കും. ഞങ്ങൾ ആർക്കും ദുഃഖം കൊടുക്കില്ല, ആരിൽ നിന്നും ദുഃഖമെടുക്കില്ല എന്ന് അങ്ങ് പഠിപ്പിച്ച പാഠം തീർച്ചയായും പഠിക്കും. എല്ലാവരുടെയും ശുഭചിന്തകരായി ജീവിക്കും. ഈ പാഠം അപകാരിക്കും ഉപകാരം ചെയ്യാൻ പഠിപ്പിച്ച പാഠം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തുടങ്ങുന്ന സുന്ദരമായ ഒരു പാട്ടോടുകൂടി ഭായ് സാബ് ഈ 2ാം ഭാഗം ബാബയുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന ബാബയുടെ അത്ഭുതകരമായ ഈ പുസ്തകം എന്നും പറയാൻ പറ്റില്ലല്ലോ, പുസ്തകമെല്ലാം ഇപ്പം നമ്മുടെ മസ്തകത്തിലായില്ലേ. ബാബ നമുക്ക് ജീവിതമാക്കി തന്നു. പ്രിയപ്പെട്ട ബാബ ഡ്രാമ, മുഴുവൻ ദൈവിക പരിവാരം നിങ്ങളെല്ലാവരോടൊപ്പം ബാബയുടെ ഈ ജീവിതഗാഥയ്ക്കൊപ്പം നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായി. തീർച്ചയായും ബാബയുടെ മക്കളാണ്, നമ്മൾ യജ്ഞപുത്രരാണ്. ഈ മുഴുവൻ പുസ്തകത്തിലൂടെ ബാബ നമുക്ക് എന്തെല്ലാം മസ്തകത്തിലേക്ക് തന്നു. ബാബയുടെ ജീവിതഗാഥയുടെ 1, 2 ഭാഗം പൂർണ്ണമായും നമുക്ക് ലഭിച്ചു. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേട്ടു, പഠിച്ചു. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ പരിവർത്തനം ബാബയുടെ ഭാഷയിൽ, ജഗദീഷ് ഭായിയുടെ ഭാഷയിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ ജീവിതകഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. മാറ്റം അവസാന സമയം വരെ ഉണ്ടാവും അല്ലേ. നമ്മുടെ ബ്രാഹ്മൺ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദിവസവും രാവിലെ അമൃത് വേളയിൽ എഴുന്നേൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പുതിയ ദിവസമായി, ഒരു പുത്തൻ ജീവിതം, പുത്തൻ ഉണർവ്, പുതിയ ഉന്മേഷം, പുതിയ ദിനം. ഓരോ ദിവസവും നമുക്ക് ബാബ തന്ന ഓരോ പാഠങ്ങളിലൂടെ ഒരു പുതിയ ആളായി ബാബ നൽകിയിരിക്കുന്ന സമ്പന്നത, സമ്പൂർണത എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. ഓം ശാന്തി.